ജ്യോതിപകം ജീവദായകം സ്നേഹം നിറഞ്ഞവരെ, ഒത്തിരി സന്തോഷത്തോടുകൂടെ വീണ്ടും നിങ്ങളെ ഈ ഡിവൈൻ വോയിസിലേക്ക് പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. കർത്താവിൻ്റെ വചനം നമ്മിൽ ഫലമണിയട്ടെ. കർത്താവിൻ്റെ വചനം ശ്രവിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ വചനം എൻ്റെ പാദങ്ങൾക്ക് വിളക്കാണ്, വഴി പ്രകാശമാണെന്നുള്ള ആ സങ്കീർത്തകൻ്റെ ആ ഒരു ഉത്ബോധനം നമുക്ക് മനസ്സിലേക്ക് കൊണ്ടുവരാം. ഇന്ന് കേൾക്കുന്ന വചനം നമുക്ക് ജീവിതത്തിൽ വെളിച്ചമായി തീരുവാനായിട്ട് യാചിച്ചുകൊണ്ട് നമുക്ക് ഈ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 17 മുതലുള്ള വാക്യങ്ങളിൽ 72 ശിഷ്യന്മാർ ഈശോ താൻ പോകാനിരുന്ന സ്ഥലത്തേക്ക് മുൻകൂട്ടി 2 പേര് വെച്ച് അയച്ച ആ 72 ശിഷ്യന്മാർ തിരിച്ചു വരുന്നവരെങ്കോട്ട് അവർ വന്നിട്ട് പറയുകയാണ്, സന്തോഷത്തോടെ തിരിച്ചു വന്ന് പറഞ്ഞു, കർത്താവേ, നിന്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. ഇതാണ് അവർക്ക് യേശുവോട് പങ്കുവയ്ക്കാനുള്ളത്. അവരാദ്യമായിട്ട് സുവിശേഷം പ്രസംഗിക്കാൻ വേണ്ടി പോയതാണ്. തിരിച്ചു വന്നിട്ട് സന്തോഷത്തോട് പറയുകയാണ്, കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രസംഗിച്ചപ്പോൾ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴ്വഴങ്ങണം. കർത്താവ് അവരോട് പറയുകയാണ്, ശരിയാണ്, ആകാശത്ത് ഇടിമിന്നൽ പോലെ പിശാചുക്കൾ വീഴുന്നത് ഞാൻ കണ്ടു. പക്ഷെ അതിലല്ല നിങ്ങൾ ആനന്ദിക്കേണ്ടത്. മറിച്ച് നിങ്ങളുടെ ഈ പ്രവൃത്തി മൂലം നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതപ്പെട്ടതിനെക്കുറിച്ച് നിങ്ങൾ സന്തോഷിക്കുക. പ്രിയപ്പെട്ടവരെ, ദൈവവചനം നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ പ്രഘോഷിക്കുമ്പോൾ നമ്മുടെ നാമം സ്വർഗത്തിൽ എഴുതപ്പെടുകയാണ്. ഇതാണ് ഈശോ നമ്മോട് പറയുക. മർക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ 16-ാം അധ്യായത്തിൽ 15-ാം വാക്യത്തിൽ ഈശോ പറയുകയാണ്, നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോട് സുവിശേഷം പ്രസംഗിക്കുക. തൻ്റെ സ്വർഗാരോഹണത്തിന് മുൻപായിട്ട് ഈശോ തൻ്റെ ശിഷ്യന്മാരെ ഭരമേൽപ്പിക്കുന്ന ഉത്തരവാദിത്തമാണ്, നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക. മാമോസ സ്വീകരിച്ച ഏതൊരു ക്രൈസ്തവൻ്റെയും അടിസ്ഥാന ദൗത്യമാണ് താൻ അറിഞ്ഞ യേശുവിനെ മറ്റുള്ളവരുടെ മുന്നിൽ പ്രഘോഷിക്കുക. പക്ഷേ അതിന് നമുക്ക് കൃത്യമായിട്ടുള്ള ചില സ്ഥലങ്ങൾ ദൈവം നമുക്ക് ഓരോരുത്തർക്കും നിശ്ചയിച്ച് തന്നിരിക്കുകയാണ്. എവിടെയാണ് നീ സുവിശേഷം പ്രഘോഷിക്കേണ്ടത്? ഇതിനെയാണ് നമ്മൾ ദൈവവിളി എന്ന് പറയുക. നമുക്കറിയാം, പ്രധാനമായിട്ട് നമുക്ക് കുടുംബജീവിതമാകുന്നൊരു ദൈവവിളി, സമർപ്പണ ജീവിതം അല്ലെങ്കിൽ സമർപ്പണ വൈദിക ജീവിതം, അത് മറ്റൊരു ദൈവവിളിയാണ്. ഏകസ്ഥരായിക്കൊണ്ട് നിന്നുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒത്തിരി സഹോദരി സഹോദരന്മാർ നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ 3 തരം ദൈവവിളിയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഒന്ന്, വിവാഹം എന്നുള്ള കുദാശ വഴി ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തെ പ്രഘോഷിക്കുവാനുള്ള ആ ഒരു ദൈവവിളി. 2, ദൈവത്തിൻ്റെ നാമത്തിന് മുഴുവനായിട്ട് സമർപ്പിച്ചിട്ട് വീടും നാടും ഉറ്റവരെയും എല്ലാം ഇട്ടെറിഞ്ഞിട്ട് കർത്താവ് കാണിച്ചിരുന്ന വഴിയിലൂടെ നടന്ന് ദൈവത്തെ പ്രഘോഷിക്കുന്ന ആ ഒരു സമർപ്പണ ദൈവവിളി. 3-മതായിട്ട് ഞാൻ പറഞ്ഞത്, വിവാഹം കഴിക്കുന്നില്ല, അതേസമയത്ത് സമർപ്പണ ജീവിതവുമില്ല, പക്ഷേ തൻ്റെ സമർപ്പണ ജീവിതത്തിലൂടെ, വ്യക്തിപരമായ സമർപ്പണ ജീവിതത്തിലൂടെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന ഏകസ്ഥരായിട്ടുള്ള സഹോദരങ്ങൾ. ഏത് ദൈവവിളി ദൈവം നിശ്ചയിച്ചോട്ടെ, അതിലൂടെ എല്ലാം നമ്മോട് പറയുന്ന ഇതാണ്, നിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള ഉത്തരവാദിത്വം പൂർത്തീകരിക്കാൻ വേണ്ടി ഞാൻ നിനക്ക് നിശ്ചയിച്ച് തരുന്നതാണ് നിൻ്റെ ദൈവവിളി. അത് വിവാഹമായിക്കോട്ടെ, അത് ഏകസ്ഥമായിക്കോട്ടെ, അത് സമർപ്പണ ജീവിതമായിക്കോട്ടെ, എല്ലാത്തിലൂടെയും ഈശോ നമ്മോട് പറയുന്ന ഇതാണ്, ഇതാ ഞാൻ നിനക്ക് ഒരു നിശ്ചിത ഏരിയ, ഒരു നിശ്ചിത സ്ഥലം ഞാൻ നിനക്ക് പതിച്ചു തരികയാണ് ദൈവത്തെ പ്രഘോഷിക്കാൻ വേണ്ടി. ഇപ്പോൾ ഒരു സമർപ്പണ ജീവിതം നയിക്കുന്ന ഒരു വൈദികനോ ഒരു സിസ്റ്ററോ ആയിക്കോട്ടെ, ആ സിസ്റ്ററിൻ്റെയോ വൈദികൻ്റെയോ അധികാരികൾ കൃത്യമായ അധികാരപത്രം കൊടുക്കുകയാണ്, ഇന്ന നാൾ മുതൽ ഇന്ന നാൾ വരെ ഇന്ന ഇടവകയിലോ ഇന്ന കോൺവെൻറ്റിലോ ഇന്ന പ്രദേശത്തോ പോയി കർത്താവിന് വേണ്ടി വേല ചെയ്യുക, നിശ്ചയിച്ച് അയക്കുകയാണ്. അവിടെയാണ് ആ വൈദികൻ അല്ലെങ്കിൽ ആ സിസ്റ്റർ അവിടെ സുവിശേഷം പ്രഘോഷിക്കേണ്ടത്. അല്ലാതെ അടുത്ത ഇടവകയിൽ പോയിട്ട് സുവിശേഷം പ്രഘോഷിക്കുവാനായിട്ട് ഈ വൈദികന് പ്രത്യേകമായിട്ടുള്ള അധികാരമില്ല. ഇതുപോലെ തന്നെയാണ് കുടുംബ ജീവിതത്തിലേക്ക് ദൈവം നിശ്ചയിച്ചു തരുന്ന ഒരു വ്യക്തിയോട് ദൈവം പറയുന്ന ഇത് തന്നെയാണ്, നിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള ജീവിത ലക്ഷ്യം
അത് സുവിശേഷം പ്രഘോഷിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഞാൻ നിനക്ക് നിശ്ചയിച്ച് തരുന്ന ഇടമാണ് നിന്റെ കുടുംബം. നിന്റെ ജീവിത പങ്കാളിയോട്, നിനക്ക് ദൈവം തരുന്ന കുഞ്ഞുങ്ങളോട്, നിന്റെ മാതാപിതാക്കളോട്, നീ ജോലി ചെയ്യുന്ന സാഹചര്യത്തോട് യേശുവിനെ കുറിച്ച് പ്രഘോഷിക്കുവാൻ വേണ്ടി ദൈവം നിനക്ക് നൽകിയിരിക്കുന്ന വേദിയാണ് ഒരു കുടുംബ ജീവിതം എന്നുള്ള ദൈവവിളി. പ്രിയപ്പെട്ടവരെ, ഈ വചനം ശ്രവിച്ചുകൊണ്ട് വ്യത്യസ്ത മേഖലകളിൽ ഇരിക്കുന്നവർ സമർപ്പിതരാവാം, കുടുംബജീവിതം നയിക്കുന്നവരാവാം, ഏകസ്ഥരാവാം. ഇവിടെ ദൈവം നമ്മോട് പറയുകയാണ്, നമ്മുടെ ജീവിത അന്തസ്സ് ഏതുമായിക്കൊള്ളട്ടെ, നമ്മളല്ല അത് തിരഞ്ഞെടുക്കുക. വ്യക്തമായിട്ട് കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഓരോ ദൈവവിളിയും അത് ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ്. ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുക. അത് ചിലരോട് തമ്പുരാൻ പറഞ്ഞു, നീ ഒരു കുടുംബത്തിൽ ഒരു വിളക്കായിരുന്നുകൊണ്ട്, ഒരു വിളക്ക് നമുക്കറിയാം, ഒരു മുറിയിൽ വെട്ടം കൊടുക്കാൻ വേണ്ടി നമ്മൾ ഒരുക്കുന്ന സാധനമാണ് ഒരു വിളക്ക്. ആ മുറിക്കകത്ത് വെട്ടം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു കുടുംബജീവൻ നയിക്കുന്ന വ്യക്തിയോട് ദൈവം പറയുകയാണ്, നിന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഭാര്യയോട്, മക്കളോട്, മാതാപിതാക്കളോട്, നിന്റെ ജീവിത സാഹചര്യത്തോട് യേശുവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുക. നിന്റെ ജീവിതം വഴിയായിട്ട് ഒരു വിളക്കായിട്ട് ആ വീട്ടിൽ പ്രകാശം കൊടുക്കുക. സമർപ്പണ ജീവിതത്തിലേക്ക് വിളിച്ചിരിക്കുന്ന വ്യക്തിയോട് പറയുക, നീ വീടും നാടുമൊക്കെ ഉപേക്ഷിച്ചിട്ട് നീ ഒരു വിളക്കായി മാറുന്നതിന് പകരമായിട്ട് നീ ഒരു സൂര്യനായിട്ട് മാറ്, ലോകത്തിന് മുഴുവനും പ്രകാശമേകും. ഓരോരുത്തരെയും ഓരോ ദൗത്യം കർത്താവ് ഭരമേൽപ്പിക്കുക. ഇവിടെ ഏതൊരു ദൗത്യത്തിൻ്റെയും ഉത്തരവാദിത്വം ഇത്ര മാത്രമേ ഉള്ളൂ. ഏത് ജീവിതാന്തസ്സായിക്കോട്ടെ, ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുക. നമുക്ക് ഏതാനും നിമിഷം ഈ കുടുംബജീവിതമാകുന്ന ദൈവവിളി സ്വീകരിച്ചിരിക്കുന്നവർക്ക് എങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് സാധിക്കും? നമുക്കറിയാം, സൃഷ്ടിയുടെ കർമ്മത്തിൽ ദൈവം മനുഷ്യരെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് സ്വയം പറയുന്ന ഒരു കാര്യമുണ്ട്, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. മറ്റു ജീവജാലങ്ങളെ സൃഷ്ടിക്കുമ്പോഴൊന്നും അങ്ങനെ ഒരു വാചകം ദൈവം പറയുന്നില്ല. ഇവിടെ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ദൈവം പറയുകയാണ്, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. അടുത്ത വചനം പറയുകയാണ്, ദൈവം മനുഷ്യനെ തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. ഇവിടെ എന്താണ് ദൈവത്തിൻ്റെ ഛായ? ദൈവത്തിൻ്റെ ഛായ എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ത്രിത്വം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, 3 വ്യക്തികൾ, എന്നാൽ ഒറ്റ ദൈവം. ആ ത്രിത്വത്തിൻ്റെ രഹസ്യം, പിതാവ് എപ്പോഴും ശ്രദ്ധിക്കുന്നത് പുത്രന് മഹത്വം കൊടുക്കുക, പരിശുദ്ധാത്മാവിനെ എല്ലാവരിലേക്കും എത്തിക്കുക. ഇതാണ് പിതാവിൻ്റെ ലക്ഷ്യം. പുത്രന് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, പിതാവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തണം, പരിശുദ്ധാത്മാവിനെ സകലർക്കും കൊടുക്കണം. പരിശുദ്ധാത്മാവിന് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, പിതാവിൻ്റെ നാമവും പുത്രൻ്റെ നാമവും മഹത്വപ്പെടണം. അപ്പോൾ ഈ പരിശുദ്ധ ത്രിത്വത്തിലെ 3 വ്യക്തികളും മറ്റ് 2 പേരെ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് വേണ്ടി അങ്ങോട്ട് ഇല്ലാതായി തീരുകയാണ്. ഇതാണ് ദൈവത്തിൻ്റെ ഛായ. സ്വയം ശൂന്യമായിക്കൊണ്ട് മറ്റുള്ളവരെ വളർത്തുന്ന ആ സമൂഹത്തിൻ്റെ ആ ഒരു ഛായ. ഇതുകൊണ്ട് തന്നെ ദൈവം മനുഷ്യനെ സ്വന്തം ഛായയിൽ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ, ഈ ലോകത്ത് ഒരാൾ പോലും ഏകനായിരിക്കുന്നത് നല്ലതല്ല. വചനം പറയുക, ഏകനായിരിക്കുക എന്ന് പറഞ്ഞാൽ തനിക്ക് വേണ്ടി തന്നെ ജീവിക്കുന്ന ഒരവസ്ഥ. അത് ഒരിക്കലും ഒരു മനുഷ്യന് ചേർന്നല്ല. കാരണം അവൻ സൃഷ്ടിക്കപ്പെട്ടേക്കണത് അങ്ങനെയല്ല. അവൻ സൃഷ്ടിക്കപ്പെട്ടേക്കണത് ദൈവത്തിൻ്റെ ഛായയിലാണ്. ദൈവത്തിൻ്റെ ഛായ എന്ന് പറഞ്ഞാൽ അതൊരു സമൂഹം, 3 വ്യക്തികൾ, പക്ഷെ ഒറ്റ സത്ത. ഇതാണ് മനുഷ്യൻ്റെ ഛായയെങ്കിൽ അവന് സംതൃപ്തി കിട്ടണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു വ്യക്തിക്ക് വേണ്ടിയെങ്കിലും അവൻ സ്വയം തകർക്കപ്പെടണം, സ്വയം കൊടുക്കണം. അപ്പോഴേ അവൻ്റെ അസ്തിത്വം പുഷ്പിക്കുകയുള്ളൂ. കാരണം സൃഷ്ടിക്കപ്പെട്ടേക്കണത് ദൈവത്തിൻ്റെ ഛായയിലാണ്. മറിച്ച് അവൻ തനിക്ക് വേണ്ടി തന്നെ ജീവിച്ച് സ്വാർത്ഥനായി മാറുമ്പോൾ, മറ്റുള്ളവരെയൊക്കെ ഉപയോഗിച്ച് സ്വയം വളരാൻ നോക്കുമ്പോൾ, അവൻ്റെ ദൈവത്തിൻ്റെ ഛായ അവന് പോയിട്ട് അവന് സാത്താൻ്റെ ഛായ വരികയാണ്. ഇതാണ് മരുഭൂമിയിൽ 40 ദിവസം പ്രാർത്ഥിച്ച് തൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ പദ്ധതിയൊക്കെ തയ്യാറാക്കി പുറത്തേക്ക് വരുന്ന ആ യേശുവിനോട് സാത്താൻ പറയുകയാണ്, ആ മരുഭൂമിയിൽ 40 ദിവസം പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും
ആലോചന നടത്തി വ്യക്തമായൊരു പ്ലാനുമായിട്ടാണ് ഈശോ ആ മരുഭൂമിയിൽ നിന്ന് പുറത്തേക്ക് വരിക, ഈ ദൈവരാജ്യം സ്ഥാപിക്കാൻ വേണ്ടി. അതിതാണ് 12 പേരെ തിരഞ്ഞെടുക്കുക, അവരൊരുമിച്ചുവിട്ടൊരു സമൂഹമാക്കുക, അവരെ പഠിപ്പിക്കുക, അപ്പമായി മാറുവാനായിട്ട്, ആ കുർബാനയായി മാറുവാനായിട്ട്, സ്വയം തകർന്ന് മറ്റുള്ളവർക്ക് ജീവൻ കൊടുക്കുവാൻ വേണ്ടി. അങ്ങനെ കൊടുക്കുന്നതിലൂടെ ദൈവരാജ്യം വ്യാപിപ്പിക്കുക. ഇതാണ് കർത്താവ് കണ്ടെത്തിയ പദ്ധതി. ഈ പദ്ധതി ഭയപ്പെട്ടിട്ട് പിശാച് ആദ്യം തന്നെ യേശുവിനോട് പറയുകയാണ്, നീ കല്ലുകളെ അപ്പമാക്കി നീ ഭക്ഷിക്കുക. എന്ന് വെച്ചാൽ നീ അപ്പമായി മറ്റുള്ളവർക്ക് കൊടുക്കുകയല്ല വേണ്ടത്, മറ്റുള്ളതിനെല്ലാം നീ നിന്റെ സ്വന്തമാക്ക്, നീ സ്വാർത്ഥമതിയായിട്ട് മാറ്. ഇതാണ് പിശാചിൻ്റെ ഛായ. എനിക്ക് വേണ്ടി തന്നെ ഞാൻ ജീവിക്കുക, മറ്റുള്ളവരെ ഉപയോഗിച്ച് ഞാൻ വളരുക. ഇത് സാത്താൻ്റെ ഛായയാണ്. എന്നാൽ ദൈവത്തിൻ്റെ ഛായ അങ്ങനെയല്ല. സ്വയം ശൂന്യമായിക്കൊണ്ട്, സ്വയം തകർക്കപ്പെട്ടുകൊണ്ട് മറ്റുള്ളവരെ വളർത്തുക. അങ്ങനെയുള്ള ഛായയിലാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് എന്നതുകൊണ്ട് തന്നെ അവൻ ഏകനായിരിക്കുന്ന നല്ലതല്ല കർത്താവ് പറയുക. എന്നിട്ട് പറയുകയാണ്, ഞാൻ നിനക്ക് ചേർന്ന ഒരു പങ്കാളിയെ നൽകാം. അപ്പോൾ എന്തിനു വേണ്ടിയാണ് ദൈവം പങ്കാളിയെ നൽകുക? അത് നിന്റെ സുഖത്തിന് വേണ്ടിയോ നിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയോ അല്ല, മറിച്ച് ദൈവം നിനക്ക് തരുന്ന പങ്കാളിക്ക് വേണ്ടി നീ സ്വയം ശൂന്യമായി ആ വ്യക്തിയെ നീ വളർത്തി, അങ്ങനെ നിന്റെ അസ്തിത്വത്തെ നീ പുഷ്പിച്ചെടുക്കുക, നിന്റെ ദൈവഛായയെ പ്രശോഭിപ്പിക്കുക. അപ്പോൾ വിവാഹം എന്നുള്ള ആ ഒരു വലിയ ദൈവവിളിയുടെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ലക്ഷ്യം ഇതാണ്. തമ്പുരാൻ തരുന്ന ജീവിത പങ്കാളിക്ക് വേണ്ടി, തമ്പുരാൻ തരുന്ന മക്കൾക്ക് വേണ്ടി, തമ്പുരാൻ തരുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി സ്വയം അങ്ങോട്ട് ശൂന്യമാകുക. ഒരു മെഴുകുതിരി സ്വയം ഉരുകി കത്തി മറ്റുള്ളവർക്ക് പ്രകാശം കൊടുക്കുന്നത് പോലെ ആ കുടുംബത്തിൽ സ്വയം ശൂന്യമായിക്കൊണ്ട് മറ്റുള്ളവരെ വളർത്തിക്കൊണ്ട് ദൈവത്തെ പ്രഘോഷിക്കുക. ഇതാണ് കുടുംബജീവിതത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള ലക്ഷ്യം. അപ്പോൾ ഒരു കുടുംബജീവിതം നയിക്കുന്ന ഒരു വ്യക്തിക്ക്, അല്ലെങ്കിൽ കുടുംബജീവിതമാവുന്ന ദൈവവിളി നൽകിയിരിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവം സുവിശേഷം പ്രഘോഷിക്കുവാനായിട്ട് തന്നിരിക്കുന്ന വേദി അതവൻ്റെ കുടുംബമാണ്. അതവൻ്റെ ജീവിത പങ്കാളിയാണ്, അവൻ്റെ മക്കളാണ്, അവൻ്റെ മാതാപിതാക്കളാണ്. അവരോടാണ് സുവിശേഷം പ്രസംഗിക്കേണ്ടത്. ഇനി ഒരു വൈദികന് വേണമെങ്കിൽ ഒരു പുൾപ്പെറ്റിൽ നിന്നുകൊണ്ട്, പ്രസംഗപീഠത്തിൽ നിന്നുകൊണ്ട് ആഘോഷമായിട്ട് സുവിശേഷം പ്രസംഗിക്കാൻ പറ്റും, വചനത്തിലൂടെ, വാക്കുകളിലൂടെ. പക്ഷേ ഒരു കുടുംബജീവിതം നയിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ഭാര്യയുടെ, സ്വന്തം ഭർത്താവിൻ്റെ, സ്വന്തം മക്കളുടെ, മാതാപിതാക്കളുടെ മുമ്പിൽ ജീവിതവുമായിട്ട് ബന്ധമില്ലാത്ത വചനം പ്രസംഗിച്ചു കഴിഞ്ഞാൽ അവർ പറയും, കേൾക്കാനൊക്കെ കൊള്ളാം, പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അത് കാണുന്നില്ലല്ലോ. കുടുംബജീവിതം നയിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് ജീവിച്ച് കാണിച്ചില്ലെങ്കിൽ അത് ഫലപ്രദമാകുകയില്ല. അതുകൊണ്ട് തന്നെയാണ് കുടുംബജീവിതമാകുന്ന ദൈവവിളി അതൊത്തിരിയേറെ നമ്മളെ വെല്ലുവിളിക്കുന്ന ഒരു ദൈവവിളിയാണ്. കാരണം അത് പച്ചയായ യാഥാർത്ഥ്യങ്ങൾ അറിയുന്ന വ്യക്തികളോട് അവരുടെ മുൻപിൽ സുവിശേഷമായി മാറുക എന്നുള്ളതാണ്. അവിടെ വാക്കുകൾക്ക് വലിയ വിലയില്ല, അവിടെ ജീവിതമാണ് സാക്ഷ്യമായിട്ട് മാറുക. അപ്പോൾ കുടുംബജീവിതം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് സുവിശേഷം പ്രഘോഷിക്കാൻ വേണ്ടി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ കുടുംബം ഇത്ര വലിയ ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതിയാണ്. ആദ്യത്തെ മനുഷ്യൻ അവൻ ഏകനായി നല്ലതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ചേർന്നൊരു പങ്കാളിയെ കൊടുത്തു, ഒരു കുടുംബത്തെ രൂപീകരിച്ചു, വസിക്കാൻ ഒരു പറുദീസയെ കൊടുത്തു. അവിടെയാണ് സാത്താൻ ആ കുടുംബത്തിലേക്ക് നുഴഞ്ഞു കയറിയ. കാരണം ദൈവത്തിൻ്റെ പദ്ധതിയാണ് ഒരു നിർമ്മലമായ ഹൃദയത്തിൽ പൂണിയുക. അത് സാത്താന് പിടിക്കില്ല. അതുകൊണ്ട് തന്നെ സാത്താൻ ആ കുടുംബത്തിലേക്ക് കയറിയിട്ട് അവരെ സ്വാർത്ഥമതികളാക്കുകയാണ്, അവരെ പാപം ചെയ്യിക്കാൻ പ്രേരിപ്പിക്കുകയാണ്, അവരെ ദൈവകൽപ്പനയിൽ നിന്ന് പതിയെ വ്യതിചലിക്കാനായിട്ട് നിർബന്ധിച്ച് അങ്ങനെ ദൈവകൽപ്പന ലംഘിച്ചത് വഴിയായിട്ട് അവർ സ്വാർത്ഥതയിലേക്ക് മാറി. തലേ ദിവസം ഈ പുരുഷൻ തൻ്റെ സ്ത്രീയെ നോക്കി പറയുന്നുണ്ട്, എൻ്റെ അസ്ഥിയുടെ അസ്ഥിയാണ്, എൻ്റെ മാംസത്തിൻ്റെ മാംസമാണ്. അതാണ് ദൈവത്തിൻ്റെ ഛായ. മറ്റുള്ളവരിൽ തൻ്റെ പൂർണ്ണത കാണുവാനായിട്ട് സാധിക്കും, മറ്റുള്ളവരിൽ നന്മ കാണുവാനായിട്ട് സാധിക്കുന്ന അവസ്ഥ. എന്നാൽ പാപം ചെയ്ത് അവൻ ദൈവത്തിൽ നിന്ന് മാറിക്കഴിഞ്ഞപ്പോൾ അവൻ പറയുകയാണ്, ദൈവമേ, നീ എനിക്ക് തന്ന എൻ്റെ ജീവിത പങ്കാളിയാണ് എൻ്റെ നാശത്തിൻ്റെ കാരണം. നോക്കിക്കേ, പെട്ടെന്ന് ഛായ മാറുക, ദൈവത്തിൻ്റെ ഛായ മാറി അവിടെ പിശാചിൻ്റെ ഛായ വരികയാണ്. കുറ്റപ്പെടുത്താൻ തുടങ്ങി, പഴിചാരാൻ തുടങ്ങി. അടുത്ത തലമുറയിലേക്ക് വരുമ്പോൾ ആ അടുത്ത തലമുറയിൽ കായേനും ആബേലും അവിടെ വെറും പഴിചാരൽ മാത്രമല്ല, കൊലപാതകത്തിലേക്ക് മാറുകയാണ്. സാത്താൻ ഒരു കുടുംബത്തിൽ കയറിയ ആ കുടുംബത്തെ പിന്നെ വെണ്ണീറാക്കി കളയും. ഇവിടെയാണ് നമ്മുടെയൊക്കെ ദൈവവിളിയുടെ മഹത്വം നമ്മൾ തിരിച്ചറിയുക. പ്രത്യേകിച്ച് ഒരു കുടുംബജീവിതത്തിലേക്ക് വിളിക്കപ്പെട്ടൊരു വ്യക്തി ആ കുടുംബത്തിൽ ദൈവത്തിൻ്റെ പ്രതിച്ഛായയാകാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. ഇവിടെയാണ് സാത്താൻ നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കും ഒരു കുടുംബത്തിൽ അസ്വസ്ഥത ഉണ്ടാക്കാൻ വേണ്ടി. കാരണം ഒരു കുടുംബം തകർന്നാലേ ദൈവത്തിന് നോവിക്കുമെന്ന് പിശാചിനറിയാം.
ഒരു കുടുംബത്തിൽ സന്തോഷമുള്ളപ്പോൾ ദൈവത്തിന് സന്തോഷമാണ്. എന്നാൽ കുടുംബത്തിൽ കണ്ണുനീര് വീഴുമ്പോൾ അതിനു മുമ്പേ ദൈവത്തിൻ്റെ കണ്ണു നിറയും. അതുകൊണ്ട് തന്നെ ദൈവത്തെ വേദനിപ്പിക്കുവാനായിട്ട് ഏറ്റവും പറ്റിയത് ഒരു കുടുംബത്തിൽ അസ്വസ്ഥത ഉണ്ടാക്കുക എന്ന് സാത്താന് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ടാണ് ലേഖനത്തിൽ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, അലറുന്ന സിംഹത്തെ പോലെ സാത്താൻ നോക്കിയിരിക്കുകയാണ് നമ്മളെ വഴിതെറ്റിക്കുവാനായിട്ട്. ജാഗരൂകരായിരിക്കുവാൻ. ഇവിടെയാണ് നമ്മൾ കർത്താവിൻ്റെ ആ പ്രാർത്ഥനയിലേക്ക് പോകുമ്പോൾ, മരണത്തിന് തൊട്ടു മുമ്പ് ഈശോ തൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, തൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഭാഗമാണ് യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം. ഈ 17-ാം അധ്യായത്തിൽ 15-ാം വാക്യത്തിൽ പിതാവായ ദൈവത്തോട് ഈശോ പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ മക്കളൊക്കെ ഈ ലോകത്താണ്, ഞാനിതാ അങ്ങയുടെ പക്കലേക്ക് വരികയാണ്. ഇവർക്ക് വേണ്ടി എനിക്ക് ഒറ്റ പ്രാർത്ഥനയേ ഉള്ളൂ, ദുഷ്ടൻ്റെ കെണിയിൽ നിന്ന് എൻ്റെ മക്കളെ കാത്തുകൊള്ളണമേ. കാരണം കർത്താവിനറിയാം, ഈ ദുഷ്ടപിശാച്, തിന്മയുടെ ശക്തി, അവൻ ഏത് തരത്തിലും ഒരു കുടുംബത്തെ തകർക്കുവാൻ നോക്കിക്കൊണ്ടിരിക്കും. ഒരു കുടുംബം തകർന്ന അത് മതി സഭ തകരുവാനായിട്ട്. അവർ കുടുംബത്തിൻ്റെ സന്തോഷമാണ് ദൈവത്തിൻ്റെ സന്തോഷം, കുടുംബത്തിൻ്റെ തകർച്ച ദൈവത്തിൻ്റെ തന്നെ തകർച്ച. അതുകൊണ്ട് ദൈവത്തെ തകർക്കുവാനായിട്ട് നോക്കുന്ന സാത്താൻ ആദ്യം കയറിക്കൂടാൻ പരിശ്രമിക്കുന്നത് ഒരു കുടുംബത്തിലാണ്. പ്രിയപ്പെട്ടവരെ, ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ കുടുംബമാകുന്ന ആ ഒരു ദൈവം സ്വീകരിച്ചിരിക്കുന്ന സകലരോടും എനിക്ക് പറയാനുള്ള ഇതാണ്, നിങ്ങൾക്ക് സുവിശേഷം പ്രസംഗിക്കുവാൻ വേണ്ടി, നിങ്ങൾക്ക് ക്രിസ്തുവായി മാറുവാൻ വേണ്ടി ദൈവം തന്നിരിക്കുന്ന മിഷൻ പ്രദേശമാണ് നിങ്ങളുടെ കുടുംബം. അത്രയ്ക്ക് ജാഗ്രത നിങ്ങൾക്കുണ്ടാകണം. അതുകൊണ്ട് തന്നെ സാത്താൻ പലതരത്തിൽ ആ കുടുംബത്തിൻ്റെ സന്തോഷം കെടുത്തുവാനായിട്ട് നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ അതിനെക്കുറിച്ച് ജാഗരൂകരായിരിക്കണം. എന്നിട്ട് എന്നും കർത്താവിൻ്റെ സന്നിധി ശക്തി സംഭരിച്ചുകൊണ്ട് വേണം നിങ്ങളുടെ കുടുംബജീവിതം നയിക്കാനായിട്ട്. കാരണം ആ കുടുംബം എന്ന് പറയുന്നത് അതും ദൈവത്തിന് മാത്രം അവകാശപ്പെട്ട സൃഷ്ടികർമ്മത്തിൽ മനുഷ്യരെ പങ്കുചേർക്കുന്ന അതിവിശിഷ്ടമായൊരു കുദാശയാണ്. ഒരു വൈദികൻ്റെയോ ഒരു സിസ്റ്ററിൻ്റെയോ ജീവിതം അത് ദൈവത്തിനും മനുഷ്യർക്കുമിടയിൽ ഒരു മീഡിയേറ്ററായിട്ട്, ഒരു ഇടനിലക്കാരനായിട്ട് നിൽക്കുവാനുള്ളതാണ്. പക്ഷേ കുടുംബജീവിതം നയിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ദൈവവിളി കർത്താവിന് മാത്രം, ദൈവത്തിന് മാത്രമായി മാറ്റിവെച്ചിരിക്കുന്ന സൃഷ്ടാവ് എന്നുള്ള ആ ഒരു പദം അത് ദൈവത്തിന് മാത്രമുള്ളതാണ്. ആ സൃഷ്ടികർമ്മത്തിൽ മനുഷ്യരെ കൂടി പങ്കുചേർക്കുന്ന വിശിഷ്ടമായൊരു കുദാശയാണ് ദൈവവിളിയാണ് കുടുംബജീവിതം. അത്രയ്ക്ക് ശ്രേഷ്ഠമാണ്. അതുകൊണ്ട് തന്നെ അത് വിശുദ്ധമാകണം. അതെന്നും പവിത്രീകരിച്ചുകൊണ്ടിരിക്കണം. അത് ദൈവത്തിൻ്റെ കൃപ എന്നും ചോദിച്ച് ആരംഭം കുറിക്കേണ്ട അതിവിശിഷ്ടമായ ഒരു ദൈവവിളിയാണ്. മറ്റേതൊരു ദൈവവിളിയും വരുന്നത് ഒരു കുടുംബജീവിതത്തിൽ നിന്നാണ്. ഒരു നല്ല വൈദികനുണ്ടാകുന്നത്, ഒരു നല്ല സിസ്റ്റർ ഉണ്ടാകുന്നത്, ഒരു നല്ല സർക്കാർ ഉദ്യോഗസ്ഥരുണ്ടാകുന്നത്, നല്ലൊരു ടീച്ചർ ഉണ്ടാകുന്നത് എല്ലാം കുടുംബത്തിൽ നിന്നാണ്. കുടുംബം വിശുദ്ധമാണെങ്കിൽ സഭ വിശുദ്ധമാകും, സമൂഹം വിശുദ്ധമാകും. പ്രിയപ്പെട്ടവരെ, ദൈവ പ്രഘോഷണത്തിനായിട്ട്, ദൈവവചന പ്രഘോഷണത്തിനായിട്ട് ദൈവം നമുക്ക് നിശ്ചയിച്ചു തന്നിരിക്കുന്ന ആ ഒരു ദൈവവിളിയാണ് കുടുംബ ജീവിതമാകുന്ന ദൈവവിളി. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു, ആ കുടുംബ ജീവിതത്തിലേക്ക് തിന്മ കടന്നു വരുവാനായിട്ട് നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കും. പിന്നേ ദിവസം ഈ വചനം കേൾക്കുമ്പോൾ, ഈ വചനത്തിന് ശേഷം, ഈ വചന ശുശ്രൂഷയ്ക്ക് ശേഷം നിങ്ങൾ കുടുംബാംഗങ്ങൾ ഒന്നിച്ചൊന്നിരുന്നിട്ട് നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കുക. ഇത്ര ശ്രേഷ്ഠമാണ് എൻ്റെ ഈ ഒരു കുടുംബജീവിതമെങ്കിൽ അവിടെ വരുന്ന പിഴവുകൾ എന്തൊക്കെയാണ്? എവിടെയാണ് സാത്താൻ പ്രവേശിക്കാനായിട്ട് പരിശ്രമിച്ചിരിക്കുക? ഒന്ന് വട്ടം കൂടിയിരുന്ന് ഒന്ന് ചർച്ച ചെയ്യുക. അപ്പനെക്കുറിച്ച് അമ്മ എന്ത് പറയുന്നു, മക്കൾ എന്ത് പറയുന്നു, മക്കളെക്കുറിച്ച് മാതാപിതാക്കളുടെ അഭിപ്രായം എന്താണ്, എവിടെയാണ് ഈ കുടുംബത്തിൽ അസ്വസ്ഥതയുള്ളത്, എവിടെയാണ് ഇവിടെ സ്വാർത്ഥത കടന്നു വരിക. അതേസമയത്ത് തന്നെ അപ്പൻ്റെ നന്മകളൊന്ന് പറയുക. രാപകലില്ലാതെ ആ കുടുംബത്തിന് വേണ്ടി ഉരുകിത്തീരുന്നവരല്ലേ നമ്മുടെയൊക്കെ കാരണവന്മാർ. അവരെക്കുറിച്ചൊരു നല്ലത് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? നമ്മുടെയൊക്കെ അമ്മ, കുടുംബത്തിലെ അമ്മ അടുക്കളയിൽ ഇങ്ങനെ കഷ്ടപ്പെട്ട് ഈ തീയുടെ ഇടയിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ഈ ആ കുടുംബത്തിന് വേണ്ടി കത്തി ഉരുകുന്ന അമ്മ, ഒരു നല്ല വാക്ക് പറയാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? അപ്പം ഇന്നത്തെ ദിവസം കർത്താവ് നമ്മോട് പറയുകയാണ്, നമുക്ക് ദൈവം തന്നിരിക്കുന്ന മഹനീയമായ ഈ ദൈവവിളിയുടെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ കുടുംബത്തിൽ ആ ദൈവത്തിൻ്റെ ചൈതന്യം നിറയുവാനായിട്ട്, ദൈവവിളി പുഷ്പിക്കുവാനായിട്ട് നമുക്ക് എല്ലാവർക്കും പരിശ്രമിക്കാം. ഇവിടെ പരിശോധിച്ച് നോക്കേണ്ടതാണ്, സാത്താൻ നുഴഞ്ഞു കയറാൻ നോക്കുന്ന മേഖലകൾ എന്തൊക്കെയാണ്? എവിടെയാണ് തിന്മയുടെ ശക്തി നമ്മുടെ കുടുംബത്തിൽ കാലുറപ്പിച്ചിട്ടുള്ളത്? നമുക്കറിയാം, മദ്യപാനം, മദ്യത്തോടുള്ള ആസക്തി, അതൊരു കുടുംബത്തെ തകർക്കുവാനായിട്ട് പിശാചിന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വളരെ എളുപ്പത്തിൽ വീഴ്ത്താൻ പറ്റുന്ന ഒരു മേഖലയാണ്. ഏറ്റവും കൂടുതൽ സാത്താനിന്ന് ഉപയോഗിക്കുന്ന ഒരു മേഖലയാണ് മദ്യത്തോടുള്ളൊരു ആസക്തി. ഒരു കുടുംബത്തിൽ ആർക്കെങ്കിലും ഒരാൾക്ക് കൊടുത്താൽ മതി, ആ കുടുംബം പിന്നെ നരകതുല്യമായി മാറും. ആ കുടുംബത്തിൽ പിന്നെ സ്വസ്ഥമായിട്ട് പ്രാർത്ഥനയില്ല, ഒന്നിച്ചൊരു ഭക്ഷണമില്ല,
സ്വതന്ത്രമായിട്ടൊന്ന് സംസാരിക്കാൻ പറ്റുന്നില്ല. അവിടുത്തെ ഭാഷകൾ, അവിടെ അശുദ്ധമായ സംഭാഷണങ്ങൾ, തെറി, ബഹളങ്ങൾ, അവിടെ തിന്മയുടെ ശക്തി കുടികുത്തി വാഴുകയാണ്. പരിശോധിച്ച് നോക്കുക, നമ്മുടെ കുടുംബത്തിലേക്ക് സാത്താൻ കടന്നു വരാൻ കണ്ടെത്തിയിരിക്കുന്ന മാർഗം എന്താ? അതുപോലെ തന്നെയുള്ള മറ്റൊരു തിന്മയാണ് അത് മയക്കുമരുന്നുകളുടെ ഉപയോഗം. നമ്മുടെയൊക്കെ ചെറുപ്പക്കാർ, പ്രിയപ്പെട്ട യുവജനങ്ങളെ ഇന്ന് പിശാച് എടുത്ത് ഉപയോഗിക്കുന്ന ഒരു മാർഗമാണ് നിങ്ങളുടെ നല്ല ദൈവം നിശ്ചയിച്ചിരിക്കുന്ന സുന്ദരമായൊരു ഭാവിയെ നശിപ്പിച്ച് കളയാൻ വേണ്ടി നിങ്ങളിലേക്ക് ഒരു ആസക്തി കൊണ്ടുവരുന്നു. നിങ്ങളുടെ കൂട്ടുകാരിലൂടെ, സാഹചര്യങ്ങളിലൂടെ മദ്യത്തിന് അടിമപ്പെടുന്ന ഒരു യുവാവ് അല്ലെങ്കിൽ ഒരു യുവതി, അവളുടെ പ്രകാശം അങ്ങോട്ട് അറ്റുപോവുകയാണ്. അവളുടെ ആ ഒരു പ്രഭ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ആ പ്രഭ അങ്ങ് നഷ്ടപ്പെട്ടു പോവുകയാണ്. നിരാശയിലേക്ക് പോവുകയാണ്. എത്രയോ കുടുംബങ്ങൾ ഇന്ന് വേദനിക്കുന്നു. മക്കൾ വഴിവിട്ടു പോയതിൻ്റെ പേരിൽ വേദനിക്കുന്ന കുടുംബങ്ങൾ, അസ്വസ്ഥമാകുന്ന കുടുംബങ്ങൾ. പത്രങ്ങളിൽ എത്രയോ നമ്മൾ വാർത്തകൾ കേൾക്കണം. മദ്യപാനത്തിലൂടെ, മയക്കുമരുന്നിലൂടെ ചെയ്തു കൂട്ടുന്ന കൊലപാതകങ്ങൾ, തിന്മകൾ. പരിശോധിച്ച് നോക്കുക, നമ്മുടെ കുടുംബത്തിലേക്ക് സാത്താനെന്ന് കയറാൻ പരിശ്രമിക്കുന്ന മേഖല എന്താണ്? മറ്റൊരു വലിയ തിന്മ, ഈ കാലഘട്ടത്തിലെ വലിയൊരു തിന്മയാണ് അവിഹിത ബന്ധങ്ങളിലേക്ക് പിശാച് നയിക്കുന്ന മേഖലകൾ. വിവാഹത്തിൻ്റെ വിശുദ്ധി, ദാമ്പത്യ ബന്ധത്തിൻ്റെ ആ ഒരു പരിശുദ്ധി നഷ്ടപ്പെടുന്ന രീതിയിൽ ചില ഫോൺ ബന്ധങ്ങൾ, ചില കൂട്ടുകെട്ടുകൾ തിന്മയിലേക്ക് നയിക്കുന്ന മേഖലകൾ. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമുക്കിന്ന് നമ്മുടെ കരം നെഞ്ചോട് ചേർത്ത് വെച്ച് പരിശോധിച്ച് നോക്കാം. ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന പരിശുദ്ധമായ ഈ ദൗത്യത്തോട് എന്തുമാത്രം ഞാൻ വിശ്വസ്തത പുലർത്തുന്നുണ്ട്, എന്തുമാത്രം ഞാൻ ജാഗ്രത പുലർത്തുന്നുണ്ട്. 72 പേര് തിരിച്ചു വന്ന് പറയുകയാണ്, നിന്റെ നാമം പ്രഘോഷിച്ചപ്പോൾ പിശാചുക്കൾ പോലും വീണുപോയെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറയുകയാണ്, അതിൽ നിങ്ങൾ സന്തോഷിക്കണം. നിങ്ങൾ സന്തോഷിക്കേണ്ട എന്തിലാ? നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതപ്പെട്ടതിൽ സന്തോഷിക്കുക. നാം കാണിക്കുന്ന വിശ്വസ്തതയ്ക്ക് ദൈവം നമുക്ക് നൽകുന്ന പ്രതിഫലമായിരിക്കും സ്വർഗത്തിലെ നമ്മുടെ സമ്മാനം. സ്വർഗത്തെ ലക്ഷ്യമാക്കി നമുക്ക് ജീവിക്കാം. നമുക്കൊരു നിമിഷം ഒന്ന് കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോട് സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ള ദൈവത്തിൻ്റെ ആ ഒരു വചനം, അതിനുവേണ്ടി ദൈവം നിശ്ചയിച്ച് തന്നിരിക്കുന്ന മേഖലയാണ് നമ്മുടെ ദൈവവിളി. അത് സമർപ്പണ ജീവിതമാവാം, അത് ഏകസ്ഥ ജീവിതമാവാം, അത് കുടുംബജീവിതമാവാം. അവിടെയാണ് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടത്. നിർമ്മലമായ ജീവിതത്തിലൂടെ, വിശ്വസ്തതയിലൂടെ. ദൈവം നമ്മെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഓരോരുത്തർക്കും ലഭിച്ചിരിക്കുന്ന ദൈവവിളി അനുസരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.